പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ അടുത്ത് കിട്ടിയിരിക്കുന്ന ഒരു DBR ആണ്. CCTVൻ്റെ ഹാർഡ് ഡിസ്ക് കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്യുന്ന ഒരു DBR ആണിത്. അപ്പോൾ ഇത് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഈ DBRനെ കുറിച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ DBRും വേറൊരു DBR ഉണ്ട്. അപ്പോൾ ആ DBRനെ കുറിച്ച് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ DBRൻ്റെ ഉള്ളിലുള്ള, നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ ക്യാമറയെ കുറിച്ച് കണ്ടില്ലേ, ഇനി DBRൻ്റെ ഉള്ളിലുള്ള സംഗതികൾ എന്തൊക്കെയാണ്, അതിൻ്റെ പ്രോസസ്സിങ് എങ്ങനെയൊക്കെയാണെന്നാണ് ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോണേ. അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ ഈ മേലത്തെ ഈ കവറ് നമ്മൾ ഇതിനകത്തുനിന്ന് ഊരിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഊരിയെടുത്തിട്ട് ബാക്കി വിശേഷം കാണിച്ചു തരാം. ഊരിക്കൊണ്ട് തന്നെ ലൈവായിട്ട് തന്നെ ഞാനത് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മുടെ DBR ഇപ്പോൾ സ്ക്രൂ എല്ലാം അഴിച്ചിട്ട് ഊരിയെടുത്തിരിക്കുകയാണ്. ഇത്രേ ഉള്ളൂ ഇതിൻ്റെ ഉള്ളിലത്തെ സംഭവങ്ങൾ. ഇതാണ് സംഭവങ്ങൾ. ഇതിനകത്ത് മെയിനായിട്ട് വരുന്നത് ഇതാണ് മദർ ബോർഡ്. ഇതിനകത്ത് നിന്നാണ് അതിൻ്റെ പരിപാടികളെല്ലാം നടക്കുന്നത്. എന്തൊക്കെ പരിപാടികളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെക്കോർഡ് ചെയ്യുന്നതും വിഷ്വൽസ് തിരിച്ചെടുക്കുന്നത്. ഇതാണ് ഹാർഡ് ഡിസ്കിലേക്ക് കണക്ട്. ഇതിൻ്റെ പേരാണ് സാറ്റ കേബിൾ. ഇതിലൂടെയാണ് ഹാർഡ് ഡിസ്കിൽ സ്റ്റോർ ആകുന്നതും അതേപോലെ തന്നെ നമുക്കത് റിക്കവർ ചെയ്ത് ഫോണിലേക്കാണെങ്കിലും കമ്പ്യൂട്ടറിലാണെങ്കിലും കാണാൻ പറ്റുന്നത് ഈ കേബിൾ വഴിയാണ്. ഇവിടെ നമ്മൾ ഹാർഡ് ഡിസ്ക് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ജസ്റ്റ് ഇത് കാണിച്ചു തരാം ഹാർഡ് ഡിസ്ക് എങ്ങനെ കണക്ട് ചെയ്യുന്നത് എന്നുള്ളത്. ഇങ്ങനെയാണ് ഹാർഡ് ഡിസ്ക് കണക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് 1 TBൻ്റെ ഹാർഡ് ഡിസ്കാണ്. ഇത് ഈ രീതിയിലായിരിക്കും ഈ പെട്ടിക്കുള്ളിൽ വരിക. ഇതിനകത്ത് ഒരു ലൈറ്റ് വരുന്നത് ഹാർഡ് ഡിസ്കിൻ്റെ ലൈറ്റാണ്, പിന്നെ ഒന്ന് വരുന്നത് നെറ്റ്വർക്കിൻ്റെ ആണ്, പിന്നെ ഒന്ന് വരുന്നത് പവർ ഇൻഡിക്കേഷൻ്റെ ആണ്. പിന്നെ അതേപോലെ തന്നെ ഈ മഞ്ഞ സാധനമാണ് CMS ബാറ്ററി. ഇതെന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കറണ്ട് പോയിട്ടുണ്ടെങ്കിലും അഥവാ കറണ്ട് പോവുകയാണെന്നുണ്ടെങ്കിലും നമ്മുടെ ക്യാമറയിലുള്ള കറക്റ്റ് ടൈമും ഡേറ്റും കിട്ടണ്ടേ, അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ ബാറ്ററി. ഇതിനകത്ത് തന്നെ ഉണ്ടാവും. ഇതിനകത്ത് ചാർജ് തീർന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ടൈമും കാര്യങ്ങളെല്ലാം തെറ്റി ആകെ കൺഫ്യൂഷനായി സീനാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതിനകത്ത് ഓൾറെഡി ബാറ്ററി ഇടുന്നത്. കറണ്ട് പോയാലും ടൈം കറക്റ്റായിട്ട് തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഈ കേബിളാണ് സാറ്റ കേബിൾ. ഇത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാർഡ് ഡിസ്കിനേക്കുള്ള ഇത് കൊടുക്കാനും വാങ്ങാനും വേണ്ടിയിട്ട്, അതായത് അതിനകത്തുള്ള അടങ്ങിയിരിക്കുന്ന വിഷ്വൽസ് എടുക്കാനും അതേപോലെ തന്നെ തിരിച്ച് ഹാർഡ് ഡിസ്കിലേക്ക് തന്നെ കോപ്പി ചെയ്ത് കയറ്റാനും വേണ്ടിയിട്ടുള്ള സഹായിക്കുന്നത്. അതിൻ്റെ പവർ കേബിളാണ് ഇപ്പോൾ തൊട്ടിപ്പുറത്തുള്ളത്. ഇത് വരുന്നത് DBRലേക്കുള്ള പവർ കൊടുക്കുന്ന 12 വോൾട്ടിൻ്റെ പോയിൻ്റാണിത്. പിന്നെ വരുന്നത് 2 USB-ൻ്റെ പോർട്ടുകൾ 2 പിന്നെ അതേപോലെ ഒന്ന് വരുന്നത് നെറ്റ്വർക്ക് കേബിള്, പിന്നെ അതുപോലെ തന്നെ VGA കേബിള് കണക്ട് ചെയ്യാനുള്ള പോർട്ട്, അതേപോലെ തന്നെ HDMI കേബിളിൻ്റെ പോർട്ട് ഉണ്ട്. പിന്നെ ഓഡിയോ ഔട്ട്പുട്ടും ഓഡിയോ ഇൻപുട്ടും കൊടുക്കുന്നതിൻ്റെ 2 പോർട്ട് റെഡ് കളറിലുള്ള. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് 1, 2, 3, 4 എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. ഇതാണ് മെയിൻ നമ്മുടെ പോയിന്റ്. അതായത് ക്യാമറേൻ്റെ ഇൻപുട്ട് കണക്ട് ചെയ്യുന്ന പോയിന്റാണ്. ഇവിടേക്കാണ് ക്യാമറേൻ്റെ ഇൻപുട്ട് വരുന്നത്. ഇതിലേക്ക് ക്യാമറേൻ്റെ ഇൻപുട്ട് വന്നിട്ടാണ് വിഷ്വൽസ് റൈറ്റ് ചെയ്തിട്ട് കോപ്പി ചെയ്ത് ഈ ഹാർഡ് ഡിസ്കിലേക്ക് കയറുന്നതിൻ്റെ മെയിൻ പോയിന്റ് ഇവിടുന്നാണ്. അപ്പം ഒരു DBRൽ എന്തൊക്കെയുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ ഇത്ര സാധനങ്ങളേ ഉള്ളൂ. ഓക്കെ, ഇത്രയും സംഭവങ്ങളൊക്കെ ഒത്തുചേർന്നിട്ടൊക്കെയാണ് നമുക്ക് ഈ കാണുന്ന വിഷ്വലും കാര്യങ്ങളെല്ലാം നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടുന്നതും സൗണ്ട് കിട്ടുന്നതും ഒക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇതിപ്പോൾ DBR ഏത് ടൈപ്പ് ഏത് കമ്പനി ആണെങ്കിലും എങ്ങനെ മാറ്റം വന്നാലും എന്താ പറയുക, ഇതിൽ നിന്ന് വേറൊരു മാറ്റം വരുന്നില്ല. കാരണം വേറെന്തെങ്കിലും പോർട്ടുകൾ, ഇവിടെയുള്ള ബേക്കിലുള്ള പോർട്ടുകളിൽ ചെറിയ മാറ്റങ്ങൾ ചേഞ്ചുകൾ വന്നാലും ഇതിനകത്തുള്ള ആ ഒരു സിസ്റ്റം പഴയ അതേ സിസ്റ്റം തന്നെയായിരിക്കും. വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പം ഇതൊക്കെയാണ് നമുക്ക് എടുത്തു പറയാനായിട്ടുള്ളത്. ഇപ്പം നമ്മുടെ CCTVൻ്റെ അവസാനത്തെ പാർട്ടാണ്. പിന്നെ അതേപോലെ തന്നെ ഇതിൽ സഹായിച്ച നമ്മുടെ ഫ്രണ്ട്സ്, ഞാൻ ആദ്യം പറഞ്ഞില്ല, അവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് പറയുകയാണ്. അപ്പോൾ അവരുടെയൊക്കെ സഹായം കൊണ്ടാണ് ഈ ഒരു കാര്യം നിങ്ങളെ കാണിക്കാനും ഇത് കംപ്ലീറ്റ് ചെയ്യാനൊക്കെ പറ്റിയത്. സപ്പോർട്ട് ചെയ്യുക. അപ്പം ശരി, അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.